നമസ്കാരം. അൽ ജസീറയും മീഡിയ വണും മാധ്യമവും പ്രതീക്ഷിച്ചില്ലെങ്കിലും ലോകം മുഴുവൻ പ്രതീക്ഷിച്ചതായിരുന്നു ലെബനനിൽ കയറി ഇസ്രായേൽ അതിശക്തമായ ആക്രമണം നടത്തുമെന്ന്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നു. ഇസ്രായേൽ ആക്രമണത്തിൽ നിരപരാധികളായ ലെബനനിലെ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഏതാണ്ട് 500ഓളം പേർ, ഇപ്പോൾ ഔദ്യോഗികമായി പുറത്തുവരുന്ന കണക്കനുസരിച്ച് 492 പേർ ഇന്നലെ ഒരു ദിവസം മാത്രം കൊല്ലപ്പെട്ടു. അതിൽ 35 പേർ കുട്ടികളാണ് എന്നെടുത്ത് പറയേണ്ടതുണ്ട്. കൊല്ലപ്പെട്ടവരിൽ എത്ര പേർക്ക് ഹിസ്ബുള്ളയുമായി ബന്ധമുണ്ട് എന്നത് ഒരു ചോദ്യചിഹ്നമായി ബാക്കിയാവും. എന്നാൽ ഇസ്രായേൽ പറയുന്നത് ഹിസ്ബുള്ളയുടെ ആയുധങ്ങൾ ഒളിച്ചു വെച്ചിരുന്ന വീടുകളിലാണ് ഞങ്ങൾ ആക്രമണം നടത്തിയത് എന്നാണ്. ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി ഏതു നിമിഷവും ഇസ്രായേലിനെ ആക്രമിക്കുന്നതിന് വേണ്ടി റോക്കറ്റുകൾ, മിസൈലുകൾ ഒക്കെ ഒളിപ്പിച്ചു വെച്ചിരുന്ന അനേകം വീടുകൾ അടക്കമുള്ളവയാണ് തകർക്കപ്പെട്ടിരിക്കുന്നത്. 492 പേരുടെ മരണം സ്ഥിരീകരിച്ചത് ലെബനീസ് സർക്കാർ തന്നെയാണ്. ഏതാണ്ട് 1600-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റെന്നും ലെബനൻ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് സ്വന്തം പ്രാണൻ രക്ഷിക്കുന്നതിന് വേണ്ടി പലായനം നടത്തുന്നത്. സ്വന്തം വീടും വ്യാപാര സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് എവിടെ അഭയം കിട്ടും എന്നറിയാതെ ലെബനീസ് ജനത എങ്ങോട്ടെന്നില്ലാതെ ഒഴുകുകയാണ്. എത്രയും വേഗം സ്ഥലം കാലിയാക്കുക എന്ന ലക്ഷ്യത്തോടെ ആളുകൾ കാറുകൾ എടുത്തുകൊണ്ട് റോഡിലിറങ്ങിയതോടെ റോഡുകൾ ലെബനനിലെ, പ്രത്യേകിച്ച് ബെയ്റൂട്ടിലെ ഗതാഗതവും തടസ്സപ്പെട്ടു. ലെബനനിൽ ഉടനീളം യുദ്ധാന്തരീക്ഷം തന്നെയാണ്. എപ്പോഴാണ്, എവിടെയാണ് ബോംബ് വീഴുന്നത് എന്നറിയാതെ ആശങ്കപ്പെടുകയാണ് ലെബനീസ് ജനത. ഈ കൂട്ടക്കുരുതിയിൽ അല്പം പോലും വേദനയോ ആശങ്കയോ ഇല്ല എന്ന് ഇസ്രായേൽ തുറന്നു പറയുന്നു. കഴിഞ്ഞ ഒരു വർഷമായി ലെബനനിലെ പല ഇടങ്ങളിൽ നിന്നും ഹിസ്ബുള്ള ഭീകരവാദികൾ ഇസ്രായേലിലേക്ക് മിസൈലുകൾ വിടുന്നു. ലെബനീസ് അതിർത്തിയിലെ ഇസ്രായേലി പൗരന്മാർ ഏതാണ്ട് 100,000-ഓളം പേർ പലായനം ചെയ്തു കഴിഞ്ഞു. നസ്രത്തിലും ഗലീലയിലും പോലും ഹിസ്ബുള്ളയുടെ മിസൈലുകൾ വീഴുന്നു. ഇങ്ങോട്ട് വരുന്ന ഒട്ടുമിക്ക മിസൈലുകളും ഇസ്രായേലിന്റെ അയൺ ഡോം നശിപ്പിച്ച് കളയുന്നെങ്കിലും തുടർച്ചയായി 200-300 മിസൈലുകൾ അയക്കുന്നതോടെ ചിലതൊക്കെ ഇസ്രായേലിൻ മണ്ണിൽ പതിക്കുന്നുണ്ട്. ആരുടെയും ജീവഹാനി റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഇസ്രായേലും ആശങ്കയിലാണ്. ഇനി ഇത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ലെന്നും ലെബനൻ ഹിസ്ബുള്ളയെ ഒഴിപ്പിക്കാത്തിടത്തോളം കാലം ലെബനീസ് ജനത അനുഭവിക്കട്ടെ എന്നതുമാണ് ഇസ്രായേലിന്റെ നിലപാട്. ലെബനനുമായി ഒരു തരത്തിലുള്ള പ്രശ്നവും ഇസ്രായേലിനില്ലെന്നും, എന്നാൽ ലെബനനിലെ ജനക്കൂട്ടത്തിനിടയിൽ ഭീകരവാദികൾ സുരക്ഷിതമായി ഒളിവിൽ കഴിഞ്ഞ് ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ തിരിച്ചടിക്കാതിരിക്കാൻ നിവൃത്തിയില്ല എന്നും ഇസ്രായേൽ സേന വിശദീകരിക്കുന്നു. 18 വർഷം മുൻപ്, അതായത് 2006-ൽ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടിയതിനു ശേഷം നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണമാണിത്. ബെയ്റൂട്ടിനെയും ലെബനന്റെ മറ്റിടങ്ങളെയും തകർക്കാൻ ഏതാണ്ട് 10,000-ഓളം മിസൈലുകളും റോക്കറ്റുകളും ഉപയോഗിച്ചുവെന്ന് ഇസ്രായേൽ സേന വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഞായറാഴ്ച ഹിസ്ബുള്ള ഏതാണ്ട് 200-ഓളം മിസൈലുകളും റോക്കറ്റുകളും ഇസ്രായേലിലേക്ക് അയച്ചതിന്റെ പ്രതികാരമായാണ് 10,000-ലധികം മിസൈലുകൾ ഇസ്രായേൽ തിരിച്ചയച്ചത്. ആ ആക്രമണത്തിലാണ് 492 പേർ കൊല്ലപ്പെട്ടത്. ആക്രമണത്തിന് മുൻപ് ഇസ്രായേൽ സേന ലെബനീസ് ജനതയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കുകയാണ്, എത്രയും വേഗം സ്ഥലമൊഴിഞ്ഞു പോവുക എന്ന സന്ദേശം. വാസ്തവത്തിൽ ലെബനീസ് ജനതയെ ആശങ്കപ്പെടുത്തിയത് എല്ലാവരുടെയും മൊബൈൽ ഫോണുകളിലേക്ക് ഇസ്രായേൽ സേനയുടെ സന്ദേശമെത്തിയതാണ്. അതായത് ലെബനനിലെ ഓരോ പൗരന്റെയും വിശദമായ വിവരങ്ങൾ ഇസ്രായേലിന്റെ കൈവശമുണ്ട് എന്നർത്ഥം. ഓരോരുത്തരെയും അവരുടെ മൊബൈൽ ഫോണിലേക്ക് കൃത്യമായി സന്ദേശം അയച്ച് ഇസ്രായേൽ രക്ഷപ്പെടാൻ വഴി പറഞ്ഞു കൊടുത്തു. ലെബനീസ് മന്ത്രിമാരുടെ മൊബൈൽ ഫോണിലേക്ക് പോലും ഇസ്രായേൽ സേനയുടെ സന്ദേശമെത്തി എന്നതാണ് വിചിത്രമായ സംഗതി. ഈജിപ്ത് അടക്കമുള്ള അയൽ രാജ്യങ്ങൾ ആശങ്കയോടെ രംഗത്തെത്തിയിട്ടുണ്ട്. ലെബനനുമായുള്ള വിമാന ബന്ധങ്ങൾ ഈജിപ്ത് റദ്ദാക്കി. എത്രയും വേഗം ഐക്യരാഷ്ട്രസഭ ഇടപെടണമെന്ന് ഈജിപ്ത് ആവശ്യപ്പെട്ടു. ഈജിപ്തിന്റെ ആവശ്യത്തെ തുർക്കിയും പിന്തുണച്ചിട്ടുണ്ട്. ഫ്രാൻസ് അടിയന്തരമായി ഇന്ന് രക്ഷാ കൗൺസിൽ വിളിച്ചിട്ടുണ്ട്. ഇത് യുദ്ധമാണെന്നും ഈ യുദ്ധത്തിന് അറുതിയുണ്ടാക്കിയില്ലെങ്കിൽ ലോകം നശിക്കുമെന്നും ഫ്രാൻസ് പറയുന്നു. ഇന്ന് തന്നെ UN രക്ഷാ കൗൺസിൽ ചേർന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഹിസ്ബുള്ളയുടെ ഏറ്റവും മുതിർന്ന 2 കമാൻഡർമാരെ കഴിഞ്ഞ ആഴ്ചയും ജൂലൈയിലുമായി കൊലപ്പെടുത്തിയ ഇസ്രായേൽ സേന 3rd in കമാൻഡിനെ ലക്ഷ്യം വെച്ച് ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ തലനാരിഴയ്ക്കാണ് അലി കറാക്കി എന്ന കമാൻഡന്റ് രക്ഷപ്പെട്ടത്. അലി സുരക്ഷിതനായിരിക്കുന്നു എന്ന്
ഹിസ്ബുള്ള പത്രക്കുറിപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഒരേ സമയം 5 യുദ്ധമുഖങ്ങൾ തുറന്നാണ് ഇസ്രായേൽ അന്തിമ യുദ്ധത്തിന് ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഒരു വർഷമായി തുടരുന്ന 2 യുദ്ധമുഖങ്ങൾ അങ്ങനെ തന്നെ തുടരുന്നു. ഗാസയിൽ നടത്തുന്ന നീക്കമാണ് ആദ്യത്തേത്. ഹമാസ് ഭീകരരെ തെരഞ്ഞുപിടിച്ച് വധിച്ചുകൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ തലപൊക്കുന്നവരെയൊക്കെ ഇല്ലാതാക്കുന്ന തന്ത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധമുഖമായ ഗാസയിൽ ഇപ്പോഴും ഇസ്രായേൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട യുദ്ധമുഖം വടക്കൻ ഇസ്രായേലിലെ ലെബനീസ് അതിർത്തിയിലാണ്. അവിടേക്കാണ് ഹെസ്ബുള്ളയുടെ ഏറ്റവും ശക്തമായ ആക്രമണം ഉണ്ടാവുന്നത്. അവിടെ കാലാൾപ്പടയെ നിയോഗിച്ച് ജനതയെ ഒഴിപ്പിച്ചുകൊണ്ട് ഹിസ്ബുള്ളയുടെ ആക്രമണത്തെ തടയിടുന്ന യുദ്ധമുഖം സജീവമാണ്. മൂന്നാമത്തെ യുദ്ധമുഖം ഇറാഖിൽ നിന്നും സിറിയയിൽ നിന്നുമുള്ള ആക്രമണം പ്രതിരോധിക്കാനാണ്. ഇറാഖിലും സിറിയയിലുമുള്ള ഹിസ്ബുള്ള, ഹൂത്തി ഭീകരർ മാത്രമല്ല, ഐസിസ് അടക്കമുള്ള സംഘടനകളുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന തദ്ദേശീയ ഭീകര സംഘടനകളും ഇസ്രായേലിനെ ലക്ഷ്യമാക്കി മിസൈൽ ആക്രമണം നടത്തുന്നുണ്ട്. അവയെ പ്രതിരോധിക്കാൻ മൂന്നാമത്തെ യുദ്ധമുഖം തുറന്നിരിക്കുന്നു. നാലാമത്തേത് ഹൂത്തികൾക്കെതിരെയുള്ള നീക്കമാണ്. അമേരിക്കയുടെ പിന്തുണയോടെയാണ് ചെങ്കടലിനെ സുരക്ഷിതമാക്കാൻ ഹൂത്തികളെ ഒതുക്കി നിർത്താൻ നാലാമത്തെ യുദ്ധമുഖം തുറന്നിരിക്കുന്നത്. ഹൂത്തികൾ തക്കം കിട്ടുമ്പോഴൊക്കെ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള പരിശ്രമത്തിലാണ്. കൃത്യമായി ചാരക്കണ്ണുകളോടെ ഇസ്രായേലും അമേരിക്കയും കാത്തിരുന്ന് അത് തകർക്കുന്നു. അഞ്ചാമത്തെ യുദ്ധമുഖം ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഇറാന് നേരെയാണ്. ഹിസ്ബുള്ളയ്ക്ക് പരിശീലനം കൊടുക്കാൻ ബെയ്റൂട്ടിലും ഡമാസ്കസിലും എത്തിയ ഇറാന്റെ അനേകം പട്ടാള തലവന്മാരെ ഇസ്രായേൽ വധിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ടെഹ്റാനിൽ ഇറാന്റെ സുരക്ഷയെ വിശ്വസിച്ചെത്തിയ ഹമാസിന്റെ തലവൻ ഇസ്മയിൽ ഹനിയെയും ഇസ്രായേൽ വധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ തക്കം കിട്ടിയാൽ തീർക്കാനുള്ള കട്ടക്കലിപ്പിലാണ് ഇറാൻ. ഇറാന്റെ ആക്രമണം ഏതു നിമിഷവും ഉണ്ടാകുമെന്നും കിലോമീറ്ററുകൾ താണ്ടാനുള്ള മിസൈൽ ശേഷി ഇറാനുണ്ടെന്നും കരുതിക്കൊണ്ട് തന്നെയാണ് ഇസ്രായേൽ കാത്തിരിക്കുന്നത്. അതിനിടെ ഹമാസ് ഫീൽഡ് കമാൻഡർ മഹമ്മൂദ് നാദർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലെബനനിൽ ഹിസ്ബുള്ളയ്ക്കൊപ്പം തോളോട് ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്നതിന് വേണ്ടി ഹമാസ് അയച്ചതായിരുന്നു മഹമ്മൂദിനെ. ലെബനനിൽ നടത്തിയ ബോംബാക്രമണത്തിൽ ഇസ്രായേൽ മഹമ്മൂദിന്റെ ജീവനും പറിച്ചെടുക്കുകയായിരുന്നു. ഹെസ്ബുള്ളയുടെ ഭീകരന്മാരും ലെബനീസ് ജനതയും കൂട്ടത്തോടെ കൊല്ലപ്പെടുമ്പോൾ, അവർ പ്രാണൻ രക്ഷിക്കുന്നതിന് വേണ്ടി നെട്ടോട്ടമോടുമ്പോൾ, ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറുള്ള എവിടെയോ സുരക്ഷിതമായി ഒളിവിലിരിക്കുന്നു. നസറുള്ള പതിവ് ടെലിവിഷൻ സംപ്രേഷണം പോലും നിർത്തി ഓടിയൊളിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്മയിൽ ഹനിയയ്ക്ക് പകരം ഹമാസിന്റെ തലവനെ നിയമിക്കപ്പെട്ട യാഹ്യ സിൻവറയും ഇസ്രായേൽ സേന കൊല്ലപ്പെട്ടു എന്ന അഭ്യൂഹം പരക്കുന്നുണ്ട്. എന്നാൽ ഇസ്രായേലോ അമേരിക്കയോ ഹമാസോ ഇറാനോ ഒന്നും ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ഇസ്രായേൽ പൊതുവെ ഇത്തരം കാര്യങ്ങളിൽ സ്ഥിരീകരണം നടത്താറില്ല എന്നതാണ് വാസ്തവം. എന്തായാലും ഹമാസിനെതിരെയും ഹിസ്ബുള്ളയ്ക്കെതിരെയുമുള്ള നീക്കം ശക്തമാക്കി അതിഭീകരതയുടെ വേരൊറുക്കാനുള്ള അന്തിമ യുദ്ധം മുമ്പോട്ട് തന്നെ പോകുന്നു.